ഹായ് ഗായ്സ്, ഗലിബ്രോ ന്യൂഡ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 6th വീക്ക് എഫിഷ്യനിലേക്കുള്ള വോട്ടിങ്ങിന്റെ അവസാന ദിവസമാണെന്ന്. നമ്മളിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 13 പേരായിരുന്നു ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ആ 13 പേരിൽ നിന്ന് 2 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്താകുന്നത്. അതെന്തായാലും നാളെ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കറിയാൻ കഴിയും. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സന്ദർശിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനിമോൾ തന്നെയാണ് തുടരുന്നത്. അനിമോളുടെ പൊസിഷനും യാതൊരു മാറ്റവും സംഭവിച്ചില്ല. വോട്ടിങ്ങിന് തുടക്കം മുതലേ 1ാം പൊസിഷനിലായിരുന്നു. ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് വന്നിട്ടില്ല. 20,800 വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട്. 2ാം പൊസിഷനിൽ അനീഷ് തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിന് തുടക്കം മുതലേ അനീഷ് 2ാം പൊസിഷനിൽ തന്നെയാണ്. ഈ തൊട്ടു പിന്നാലെ അനിമോളിന്റെ തൊട്ടു പിന്നാലെ 18,800 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ആദില തന്നെ തുടരുകയാണ്. ഒരിടയ്ക്ക് ഒന്ന് 4ാം പൊസിഷനിലേക്ക് വീണുപോയെങ്കിലും പിന്നീട് തിരിച്ചു കയറി വന്നിട്ടുണ്ട്. ഇപ്പോഴും നല്ല രീതിയിലൊരു വോട്ട് മുന്നേറ്റമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 16,789 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് തുടരുന്നത്. അക്ബറും ആദിലയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി തൻ്റെ പൊസിഷൻ ഒന്ന് പിന്നിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ 4ാം പൊസിഷനാണുള്ളത്. 16,400 വോട്ടാണ് നേടിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണുള്ളത്. ബിന്നി സെബാസ്റ്റ്യന് ഇപ്പം ചെറിയ രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ സേഫ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 13,233 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയയാണുള്ളത്. ആര്യന് വോട്ടിങ്ങിൽ ചെറിയ കുറവ് സംഭവിച്ചെങ്കിൽ കൂടെ ഇപ്പോൾ ഒരു സേഫ് സോണിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. 11,609 വോട്ട് നേടി 6ാം പൊസിഷനിലാണ് തുടരുന്നത്. 7ാം പൊസിഷനിൽ റന ഫാത്തിമയാണുള്ളത്. റന ഫാത്തിമ ഒരിടയ്ക്ക് 8ാം പൊസിഷനിലായിരുന്നു. എന്നാൽ വീണ്ടും 7ാം പൊസിഷനിലേക്ക് കയറുന്നിരിക്കുകയാണ്. 11,578 വോട്ട് നേടി 7ാം പൊസിഷനിലാണുള്ളത്. 8ാം പൊസിഷനിൽ വേദലക്ഷ്മി തന്നെ തുടരുകയാണ്. വേദലക്ഷ്മി നേരത്തെ 7ാം പൊസിഷനിലായിരുന്നു. എന്നാൽ റന ഫാത്തിമയോടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 8ാം പൊസിഷനിലേക്ക് വന്നിട്ട് ഇപ്പോൾ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടില്ല. എപ്പോഴും 11,550 വോട്ട് നേടി 8ാം പൊസിഷനിലാണുള്ളത്. 9ാം പൊസിഷനിൽ നെവിൻ കയറി വന്നിട്ടുണ്ട്. നെവിൻ മസ്താനി അട്ടിമറിച്ചുകൊണ്ടാണ് നെവിൻ 9ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. 11,409 വോട്ട് നേടിയാണ് 9ാം പൊസിഷനിലുള്ളത്. 10ാം പൊസിഷനിൽ അഭിലാഷ് കയറിയിരിക്കുകയാണ്. ഒരു പൊസിഷൻ വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ് അഭിലാഷ്. 11,334 വോട്ടാണ് നേടിയത്. ഇപ്പോൾ 10ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 11ാം പൊസിഷനിൽ മസ്താനി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വോട്ടിങ്ങിൽ നല്ല വോട്ട് കുറവുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഇന്ന് രാവിലെ തൊട്ട് വളരെ വോട്ടിംഗ് ഇടിവ് സംഭവിച്ച ഒരു മത്സരാർത്ഥിയാണ് മസ്താനി. ഇപ്പോൾ 11,211 വോട്ട് നേടി 11ാം പൊസിഷനാണുള്ളത്. 12ാം പൊസിഷനിൽ പ്രവീൺ തന്നെ തുടരുകയാണ്. പ്രവീണിൻ്റെ വോട്ടിങ്ങിൽ ചെറിയൊരു മുന്നേറ്റമുണ്ട്. ഇപ്പോൾ മസ്താനിയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10,890 വോട്ട് നേടി 12ാം പൊസിഷനിലാണുള്ളത്. 13ാം പൊസിഷനിൽ സാബുമാൻ തന്നെ തുടരുകയാണ്. ഇത്തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. എന്തായാലും വരും മണിക്കൂറുകൾ വോട്ടിംഗ് സാബുമാന് നിർണായകമാണ്. ഇപ്പോൾ 10,780 വോട്ട് നേടി 13ാം പൊസിഷനാണുള്ളത്. താങ്ക് യു.